നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോട്ടുണ്ടായത് മണിക്കൂറുകൾ നീണ്ട മഴ. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിൽ. ദേശീയപാതയിലും സർവീസ് റോഡുകളിലും വെള്ളം നിറഞ്ഞ് ഗതാഗത തടസ്സം. കനത്ത വെള്ളപ്പൊക്കത്തിന് സമാനമായ അവസ്ഥയിൽ ഷിറിയ ഹൈവേയിലൂടെ വാഹനങ്ങൾ. കാസർഗോട്ടുണ്ടായ പെരുമഴയുടെ തീവ്രത വെളിവാക്കുന്ന ദൃശ്യങ്ങൾ വൈറൽ. മഞ്ചേശ്വരം പോസോട്ട് ഇടിമിന്നലേറ്റ് വീടിന് നാശം. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം കത്തിനശിച്ചു. തലപ്പാടി ടോൾ പ്ലാസയിലെ സംഘർഷം. 3 പേർ അറസ്റ്റിൽ. ഡിസംബർ 5-ന് പണിമുടക്ക് സമരം. BMS കാഞ്ഞങ്ങാടും കാസർകോട്ടും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. ഫുട്ബോൾ ആവേശലഹരിയിൽ തൃക്കരിപ്പൂർ. ഖാൻ സാഹിബ് കപ്പ് SFA അംഗീകൃത സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കം. വാർത്തകൾ വിശദമായി. ഫിഞ്ചാൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കാസർകോട്ടുണ്ടായത് മണിക്കൂറുകൾ നീണ്ട മഴ. ശക്തമായ മഴയിൽ ജില്ലയിലെ പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി. ദേശീയപാതയിലും സർവീസ് റോഡുകളിലും വെള്ളം നിറഞ്ഞതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. കാസർഗോഡ് ജില്ലയിൽ മഴ തുടരാൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ബുധനാഴ്ച മുതൽ സാധാരണ കാലാവസ്ഥയിലേക്ക് മാറും. ഫിഞ്ചാൻ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി കാസർഗോട്ടുണ്ടായത് മണിക്കൂറുകൾ നീണ്ട തോരാ മഴയാണ്. കനത്ത മഴയിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറുകയും ചിലയിടങ്ങളിൽ വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ചെയ്തു. ദേശീയപാതയിലും സർവീസ് റോഡുകളിലും വെള്ളം നിറഞ്ഞതോടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കനത്ത മഴയിൽ മഞ്ചേശ്വരം താലൂക്കിലെ പ്രദേശങ്ങളിലാണ് കൂടുതലായും വെള്ളം കയറിയത്. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ വെള്ളം കയറി. 50-ലേറെ വീടുകളിലെ സാധനങ്ങൾ വെള്ളം കയറി നശിച്ചു. ഹൊസങ്കടിയിൽ കനിലയിൽ 6 വീടുകളും ഉപ്പള ഗേറ്റിനടുത്തെ 40ഓളം വീടുകളിലും വെള്ളം കയറി. മുള്ളങ്കയിൽ ഒരു വീട്ടിലും കാർ ഷോറൂമിലും നായബസാറിലെ ടയർ കടകളിലും വെള്ളം കയറിയതായി നാട്ടുകാർ അറിയിച്ചു. ഉപ്പള ഗേറ്റിനടുത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് ഈ വീടുകളിലെ ഉപകരണങ്ങൾക്കും ഫർണിച്ചറുകൾക്കും നാശം നേരിട്ടു. ഉപ്പള അഗ്നിരക്ഷാ കേന്ദ്രത്തിലും വെള്ളം കയറി. ഉൾപ്രദേശങ്ങളിലെ റോഡുകളിൽ വെള്ളം നിറഞ്ഞതിനാൽ യാത്ര തടസ്സപ്പെട്ടു. കനത്ത മഴയിൽ കാസർഗോഡ് നുള്ളിപ്പാടിയിൽ സർവീസ് റോഡിൽ സ്വകാര്യ ബസ് തെന്നിമാറി അപകട സാഹചര്യമുണ്ടായി. എന്നാൽ യാത്രക്കാർ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. മാങ്ങാട് വയലിൽ വെള്ളം കയറി പച്ചക്കറി കൃഷിക്ക് നാശമുണ്ടായി. മഴ സാഹചര്യത്തിൽ മുൻകരുതലായി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ച അവധി നൽകുകയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടുകയും ചെയ്തിരുന്നു. തീരദേശങ്ങളിലും മലയോരങ്ങളിലും ജാഗ്രത പാലിക്കുവാനും മത്സ്യത്തൊഴിലാളികൾ മീൻപിടുത്തത്തിന് പോകുവാൻ പാടുള്ളതല്ലെന്നും നിർദ്ദേശം നൽകിയിരുന്നു. ജില്ലയിൽ ക്വാറികളിലെ ഖനനവും നിർത്തിവെച്ചിരുന്നു. ഫെൻജൻ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ വടക്കൻ തമിഴ്നാടിനും തെക്കൻ കർണാടകയ്ക്കും മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം വടക്കൻ കേരളത്തിനു മുകളിലൂടെ സഞ്ചരിച്ച് കർണാടക തീരത്തിനും മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിനും മുകളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയോടെയാണ് ന്യൂനമർദ്ദം കേരളത്തിലൂടെ കടന്നുപോയത്. ഈ സമയം മധ്യ വടക്കൻ കേരളത്തിനു പുറമെ മംഗലാപുരത്തും ശക്തമായ മഴ പെയ്തു. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ മഴ തുടരുവാൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ബുധനാഴ്ച മുതൽ സാധാരണ കാലാവസ്ഥയിലേക്ക് മാറും. കേരളത്തിൽ ഇനി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഫിഞ്ചാൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ ശക്തമായ മഴയിൽ ഉപ്പള ഗേറ്റിന് സമീപത്തെ 6ഓളം വീടുകളിൽ വെള്ളം കയറി. ദേശീയപാതയിൽ നിന്നും ചെളിവെള്ളം കുത്തിയൊലിച്ച് വീടുകളിലേക്ക് എത്തുകയായിരുന്നു. ചെളിവെള്ളവും മാലിന്യവും കിണറുകളിൽ ഉൾപ്പെടെ ഒലിച്ചിറങ്ങിയതിനാൽ കുടിവെള്ളം പോലുമില്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. ഫിഞ്ചാൻ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ പെയ്ത ശക്തമായ മഴയിൽ മഞ്ചേശ്വരം മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. ഉപ്പള ഗേറ്റിന് സമീപം താമസിക്കുന്ന MP സിദ്ദിഖ്, ഫാറൂഖ്, അന്തു ഹാജി, അബു ഹാജി, സക്കറിയ, മോനു അറബി, പക്രുഞ്ഞി തുടങ്ങിയവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. ദേശീയപാതയിൽ നിന്നും ഒഴുകിയെത്തിയ ചളിവെള്ളമാണ് വീടുകളിലേക്ക് എത്തിയത്. ദേശീയപാതയിൽ ഓവുചാൽ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇത് മറികടന്നാണ് ചെളിവെള്ളം കുത്തിയൊഴുകിയെത്തിയത്. വെള്ളം കയറിയതോടെ വീടുകളിലുള്ളവരുടെ അവസ്ഥ ദുരിതപൂർണമായി.
ഓവുചാൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഇത്തരത്തിൽ വെള്ളമൊഴുകിയെത്തുവാൻ കാരണമായതെന്ന് വാർഡ് മെമ്പർ മുഹമ്മദ് KCN ന്യൂസിനോട് പറഞ്ഞു. 7 പേരോളം വെള്ളം കയറി കംപ്ലീറ്റ് വീട്ടിൻ്റെ ഉള്ളിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. ഡ്രൈനേജിൻ്റെ ബുദ്ധിമുട്ടാണ് ഇത് കാരണം. പലപ്പോഴും നമ്മൾ അജിത് വിജയരോടും ഇവർ ULCC അവരവിടെ പറഞ്ഞതാണ്, ഇവിടെ ഏറ്റവും വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്, 6 മാസക്കാലം വെള്ളം നിൽക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ അവർ കൂട്ടാക്കിയില്ല. ഇതിപ്പോൾ കണ്ടതാണ്, ഇപ്പോൾ ഒരു 4 മണിക്കൂർ മഴ വന്നതിന് കംപ്ലീറ്റ് 7 പേരടക്കം മുങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ അണ്ടർപാസിൽ ആൾക്കാർ പോകാൻ കഴിയുന്നില്ല. വെള്ളം കംപ്ലീറ്റ് വെള്ളമാണ്. എനിക്ക് കാണാൻ സാധിക്കും 7 വീടുകളാണ് കംപ്ലീറ്റ് വെള്ളത്തിനടിയിലായത്. അതുമാത്രമല്ല കിണറടക്കം വെള്ളത്തിനടിയിലാണ്. പക്ഷേ ഇതിൻ്റെ നിങ്ങൾ ഇത് പറഞ്ഞെങ്കിൽ ഇന്നലല്ല, സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ തന്നെ അവരോട് പറഞ്ഞാണ് ഇവിടെ വെള്ളം നിൽക്കുന്ന സ്ഥലം 6 മാസമായി വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്, ഇവിടെ ഡ്രൈനേജ് വലുത് സ്ഥാപിക്കുക പറഞ്ഞത്. പക്ഷേ അവർ കൂട്ടാക്കിയില്ല. ഇപ്പോൾ ഡ്രൈനേജിൻ്റെ കാണുമ്പോൾ നമുക്ക് ഒരു ഡ്രൈനേജ് സംവിധാനം ഇല്ലാതെ കളിയാണ്. ഇവിടെ കംപ്ലീറ്റ് 7 വീടുകളാണ്. ഇതുവരെക്കും ഒരു കാരണവശാലും വീട്ടിൽ വെള്ളം കയറിയിട്ടില്ല. ഇത് ഫസ്റ്റാണ് വീട് വെള്ളം കയറിയിരിക്കുന്നത്. ഒഴുകിയെത്തിയ ചെളിവെള്ളവും മാലിന്യവും വീട്ടുമുറ്റത്തും കിണറിലും കുടിവെള്ള സ്രോതസ്സുകളിലും ഒലിച്ചിറങ്ങിയതിനാൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. മഴയിൽ പൊസോട്ടിലും റോഡരികിലുള്ള വീടുകളിലേക്ക് വെള്ളം കയറിയ പ്രദേശങ്ങൾ റവന്യൂ അധികൃതർ സന്ദർശിച്ചു. മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഉപ്പളയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ആൾക്കാരെ സുരക്ഷിതരായി മാറ്റിപ്പാർപ്പിച്ചു. ഇവിടെ 15ഓളം വീടുകൾ പ്രളയ ഭീഷണിയിലാണ്. ഇവിടങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗതക്കുരുക്കിനും കാരണമായിട്ടുണ്ട്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർകോട്ടുണ്ടായ പെരുമഴയുടെ തീവ്രത വെളിവാക്കുന്ന ദൃശ്യങ്ങൾ വൈറൽ. കനത്ത വെള്ളപ്പൊക്കത്തിന് സമാനമായ അവസ്ഥയിൽ ഷിറിയ ഹൈവേയിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പുഴയിൽ എന്നതുപോലെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ വെള്ളത്തിൽ പോകുന്ന ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഫിഞ്ചാൻ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴയാണുണ്ടായത്. ഇന്നലെ മുതൽ ജില്ലയിലെമ്പാടും വ്യാപക മഴയാണ് ലഭിച്ചത്. ജില്ലയിലുണ്ടായ മഴയുടെ തീവ്രത വെളിവാക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കനത്ത വെള്ളപ്പൊക്കം പോലെയുള്ള അവസ്ഥയിൽ ഷിറിയ ഹൈവേയിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നതിൻ്റെ ഞെട്ടിക്കുന്ന വീഡിയോയാണ് പുറത്തു വന്നത്. പുഴയിലെന്നതുപോലെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ വെള്ളത്തിലൂടെ കടന്നുപോകുന്ന ദൃശ്യങ്ങൾ ശ്വാസമടക്കിപ്പിടിച്ച് മാത്രമേ കാണുവാനാകൂ. കുമ്പള, ഷിറിയ എന്നിവിടങ്ങളിലെ ദേശീയപാതകളിൽ വെള്ളം നിറഞ്ഞതിനാൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുന്ന അവസ്ഥയുമുണ്ടായി. പിന്നീട് വെള്ളം ഒഴുക്കിവിട്ടാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കനത്ത മഴയിൽ ഷിറിയയ്ക്ക് പുറമെ കാസർഗോഡ് മംഗളൂരു ദേശീയപാതയുടെ പല ഭാഗങ്ങളും വെള്ളം കയറി പുഴ പോലെയായി. പ്രവൃത്തി പൂർത്തിയാകാത്തതും വെള്ളം ഒഴുകിപ്പോകുവാനുള്ള സംവിധാനം ഏർപ്പെടുത്താത്തതുമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമായത്. വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യത്തിൽ യാത്രക്കാർ ദേശീയപാതയിലൂടെ ഭീതിയോടെയാണ് യാത്ര ചെയ്യുന്നത്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മഞ്ചേശ്വരത്ത് ഇടിമിന്നലേറ്റ് വീടിന് നാശം. പൊസോട്ട് പാലത്തിന് സമീപത്തെ മുഹമ്മദ് BM എന്ന സബീറിന്റെ വീടിനാണ് ഇടിമിന്നലേറ്റത്. വീടിന്റെ ചുമരുകൾ പിളർന്ന നിലയിലാണ്. വീട്ടിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം കത്തി നശിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് പൊസോട്ട് പാലത്തിന് സമീപം മുഹമ്മദ് B എന്ന സബീറിന്റെ വീടിന് ഇടിമിന്നലേറ്റത്. ഇടിമിന്നലിൽ വീടിന് നാശം സംഭവിച്ചിട്ടുണ്ട്. വീടിന്റെ പല ഭാഗത്തായി ചുമരുകളിൽ വിള്ളൽ വീണ അവസ്ഥയാണ്. വീട്ടിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജ്, ഫാൻ, സ്വിച്ച് ബോർഡ് തുടങ്ങിയവയാണ് കത്തി നശിച്ചത്. 1.5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തലപ്പാടിയിലെ ടോൾ പ്ലാസയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് 3 പേർ അറസ്റ്റിൽ. ടോൾ പ്ലാസ ജീവനക്കാർ നൽകിയ പരാതിയിൽ കാർ യാത്രക്കാരായ ഉള്ളാൾ സ്വദേശികളെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് കാർ യാത്രികരും ടോൾ ഗേറ്റ് ജീവനക്കാരും തമ്മിൽ കയ്യാങ്കളിയുണ്ടായത്. തലപ്പാടിയിലെ ടോൾ പ്ലാസയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉള്ളാൾ പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തു. ടോൾ പ്ലാസയിലെത്തിയ കാർ യാത്രികരും ടോൾ ജീവനക്കാരും തമ്മിലായിരുന്നു കയ്യാങ്കളിയുണ്ടായത്. ഈ കാർ യാത്രികരായ ഉള്ളാൾക്കോടി സ്വദേശികളായ ഇർഫാൻ, സുൽഫാൻ, ഫയാസ് എന്നിവരെയാണ് ഉള്ളാൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. ടോൾ പ്ലാസ ജീവനക്കാർ നൽകിയ പരാതിയിൽ കേസെടുത്ത ഉള്ളാൾ പോലീസ് ഈ 3 പേരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തലപ്പാടി ടോൾ പ്ലാസയിൽ ടോൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് കാർ യാത്രികരും ടോൾ ജീവനക്കാരും തമ്മിൽ കഴിഞ്ഞ ദിവസം പ്രശ്നമുണ്ടായത്.
മംഗലാപുരം ഭാഗത്തു നിന്ന് മഞ്ചേശ്വരത്തേക്ക് പോകുകയായിരുന്ന കാർ ടോൾ ഗേറ്റിൽ പണം നൽകുന്നതിന് മുൻപ് മുന്നോട്ടു പോയത് തങ്ങൾ ചോദ്യം ചെയ്തുവെന്നും ഇതോടെ കാർ യാത്രക്കാർ പുറത്തിറങ്ങി തങ്ങളെ മർദ്ദിക്കുകയായിരുന്നുവെന്നുമാണ് ടോൾ ജീവനക്കാർ നൽകിയ പരാതിയിൽ പറയുന്നത്. സംഘർഷത്തിൽ ടോൾ പ്ലാസ ജീവനക്കാരായ കർണാടക ഹെബ്രി സ്വദേശി മനു, ഉത്തർപ്രദേശ് സ്വദേശി സുധം ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റിരുന്നു. നാട്ടുകാരും വിഷയത്തിൽ ഇടപെട്ടിരുന്നു. സ്ഥലത്തെത്തിയ ഉള്ളാൾ പോലീസ് ലാത്തിച്ചാർജ് നടത്തിയതോടെയായിരുന്നു സംഘർഷത്തിന് അയവ് വന്നത്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ജില്ലയിൽ ഹെഡ്ലോഡ് ജനറൽ മസ്ദൂർ സംഘിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടും കാസർകോട്ടും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഡിസംബർ 5-ന് ചുമട്ടുതൊഴിലാളികൾ നടത്തുന്ന പണിമുടക്കിന്റെ ഭാഗമായാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1978 കാലഹരണപ്പെട്ട ചുമട്ടുതൊഴിലാളി നിയമം ഭേദഗതി ചെയ്യുക, ചുമട്ടുതൊഴിലാളികളെ ചൂഷണത്തിൽ നിന്നും മുക്തരാക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലതാമസം കൂടാതെ വിതരണം ചെയ്യുക, തൊഴിലാളികൾക്ക് ESI നിയമം നടപ്പിലാക്കുക, ചുമട്ടുതൊഴിലാളികൾക്ക് നിയമസംരക്ഷണം ഉറപ്പാക്കുക, സ്കാറ്റേർഡ് രജിസ്ട്രേഷൻ പുനരാരംഭിക്കുക, തൊഴിലാളികളുടെ കയറ്റിറക്ക കൂലി വർധനവ് നടപ്പിലാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഡിസംബർ 5-ന് ചുമട്ടുതൊഴിലാളികൾ സമരം നടത്തുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഹെഡ്ലോഡ് ജനറൽ മസ്ദൂർ സംഘിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാടും കാസർഗോഡും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. കാസർഗോഡ് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും കാഞ്ഞങ്ങാട്ട് പ്രകടനവുമാണ് നടത്തുന്നത്. കാഞ്ഞങ്ങാട്ട് പുതിയ കോട്ടയിൽ നിന്ന് പ്രകടനം ആരംഭിച്ച് ബസ് സ്റ്റാൻഡിൽ സമാപിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. അന്നേ ദിവസം BMSന്റെ നേതൃത്വത്തിൽ ചുമട്ടുതൊഴിലാളി ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘം BMSന്റെ നേതൃത്വത്തിൽ കാസർഗോഡും കാഞ്ഞങ്ങാടും 2 പരിപാടിയായിട്ടാണ് നടത്തുന്നത്. കാസർഗോഡ് ഹെഡ്ലോഡിൻ്റെ BMSൻ്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും താലൂക്ക് ഓഫീസിൻ്റെ മുമ്പിലേക്ക് മാർച്ചും ധർണയും നടത്തുകയാണ്. 300ഓളം തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് കാസർഗോഡ് പരിപാടി നടത്തും. കാഞ്ഞങ്ങാട്ട് പുതിയ കോട്ടയിൽ നിന്നും കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിലേക്ക് ചുമട്ടുതൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തുകയാണ്. ഈ 2 പരിപാടി നടത്തിക്കൊണ്ട് കേരളത്തിലെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചുമട്ടുതൊഴിലാളികൾ ഈ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഹെഡ്ലോഡ് ജനറൽ മസ്ദൂർ സംഘം ജില്ലാ പ്രസിഡന്റ് KV ബാബു, യൂണിയൻ ജില്ലാ സെക്രട്ടറി ദിനേശ് ബംബ്രാണ, ട്രഷറർ ദിലീപ് ഡിസൂസ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൈവളികെ സാദാത്ത് മഖാമുറൂസ് ഡിസംബർ 4-ന് ആരംഭിക്കും. പൈവളികെ സാദാത്യങ്ങളുടെ സ്മരണാർത്ഥം 3 വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള സാദാത്ത് മഖാമുറൂസ് ഇത്തവണയും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പൈവളികെ സാദാത്ത് മഖാമുറൂസ് ഡിസംബർ 4 മുതൽ 8 വരെ പൈവളികെ മർഹൂം സയ്യിദ് അബ്ദുള്ള തങ്ങൾ നഗറിൽ നടക്കും. പൈവളികെ സാദാത്യങ്ങളുടെ സ്മരണാർത്ഥം 3 വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള സാദാത്ത് മഖാമുറൂസ് ഇത്തവണയും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കും. സിയാറത്തോടുകൂടി പരിപാടികൾ ആരംഭിക്കുമെന്നും സിയാറത്തിന് സയ്യിദ് കോയക്കുട്ടി തങ്ങൾ അൽ ബുഖാരി ഉപ്പള നേതൃത്വം നൽകുമെന്നും പൈവളികെ സാദാത്ത് മഖാമുറൂസ് സമിതി ഭാരവാഹികൾ അറിയിച്ചു. 3 വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള സാദാത്ത് മഖാമുറൂസ് 2024 ഡിസംബർ 4 മുതൽ 8 വരെ മർഹൂം സയ്യിദ് അബ്ദുള്ള തങ്ങൾ നഗറിൽ വെച്ച് കൊണ്ടാടുകയാണ്. 4-ാം തീയതി നടക്കുന്ന പതാക ഉയർത്തൽ ബഹുമാനപ്പെട്ട സയ്യിദ് പൂക്കോയ തങ്ങൾ അവർകൾ നിർവഹിക്കുകയാണ്. മക്കാം സിയാറത്തിന് ബഹുമാനപ്പെട്ട കോയക്കുട്ടി തങ്ങൾ നേതൃത്വം നൽകും. തുടർന്ന് നടക്കുന്ന ആദ്യത്തെ ദിവസം ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുങ്കൈ പരിപാടിക്ക് രാത്രി 8 മണിക്കുള്ള പരിപാടിക്ക് ഉദ്ഘാടന സംഗമത്തിൽ നിർവഹിക്കുകയാണ്. അതുപോലെ തന്നെ തുടക്കത്തിലുള്ള പ്രഭാഷണം അനീഫ് നിസാമി മൊഗ്രാൽ നിർവഹിക്കും. അതുപോലെ തന്നെ സമാപന ദിവസത്തിലായി നടക്കുന്ന സമാപന സംഗമത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി പ്രഭാഷണം നടത്തുകയാണ്. സാദാത്ത് മഖാമുറൂസിന്റെ അവസാന ദിവസം സ്നേഹസംഗമവും അന്നദാനവും നടക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിൽ ഡിസംബർ 16 മുതൽ 19 വരെ നടക്കുന്ന കോടി പഞ്ചാക്ഷരി ജപയജ്ഞത്തിനുള്ള യജ്ഞകുണ്ഡ നിർമ്മാണം തുടങ്ങി. മണ്ഡലം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്.
കാസർഗോട്ടെ പ്രസിദ്ധ ക്ഷേത്രമായ ശ്രീ മല്ലികാർജുന ക്ഷേത്രത്തിൽ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഡിസംബർ 16 മുതൽ 19 വരെയാണ് കോടി പഞ്ചാക്ഷരി ജപയജ്ഞം നടക്കുന്നത്. ഇതിനായുള്ള യജ്ഞകുണ്ഡ നിർമ്മാണം ശുഭമുഹൂർത്തത്തിൽ ആരംഭിച്ചു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എ ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനത്തിന് തുടക്കമായത്. കാസർഗോട്ടെ പ്രശസ്ത ക്ഷേത്രമായ മല്ലികാർജുന ക്ഷേത്രത്തിൽ ആദ്യമായി കോടി പഞ്ചാക്ഷരി ജപവും അതുപോലെ തന്നെ ശ്രീചക്ര പൂജയും നടക്കുകയാണ്. ശ്രീചക്ര പൂജയ്ക്കും കോടി പഞ്ചാക്ഷരി ജപത്തിനും വേണ്ടുള്ള ഹോമകുണ്ഡത്തിൻ്റെ കൽവല കർമ്മവും അതുപോലെ തന്നെ അയ്യപ്പ ഉത്സവത്തിന് വേണ്ടിയുള്ള പന്തലുള്ള കാൽനാട്ടിലെ കർമ്മവും ഇപ്പോൾ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ രണ്ട് പരിപാടിയിലേക്കും കാസർഗോട്ടെ ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം. ഈ രണ്ട് പരിപാടിയും വൻവിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, വടക്കേ മലബാറിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് മല്ലികാർജുന ക്ഷേത്രം. കേരളത്തിൽ ആദ്യമായിട്ടാണ് കോടി പഞ്ചാക്ഷരി ജപവും അതുപോലെ തന്നെ ശ്രീചക്ര പൂജയുമുള്ള ഒരു ഉത്സവം നടന്നു വരുന്നത്. അതിനുവേണ്ടിയുള്ള 2 മാസക്കാലമായിട്ടുള്ള അധ്വാനത്തിൻ്റെ ഫലം നമുക്ക് കാണാൻ തുടങ്ങിയിരിക്കുകയാണ്. കോടി പഞ്ചാക്ഷരി ജപയജ്ഞ സമിതി വർക്കിംഗ് പ്രസിഡന്റ് KN വെങ്കിട്ടരമണ ഹൊള്ള, രാം പ്രസാദ്, വൈസ് പ്രസിഡന്റ് അർജുനൻ തായിലങ്ങാടി, ജനറൽ സെക്രട്ടറി KR ഹരീഷ്, ഫീൽഡ് മാനേജ്മെന്റ് ഓഫീസർ T രാജേഷ്, ട്രസ്റ്റ് അംഗം ഉഷ, മീര കാമത്ത്, കിഷോർ കുമാർ എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ടത്തിന്റെ പ്രധാന ചടങ്ങുകളുടെ തീയതികൾ തീരുമാനിക്കാനുള്ള പ്രശ്നചിന്ത നടത്തി. തളിപ്പറമ്പ് അരങ്ങാനം വിജയൻ ജോത്സ്യരുടെ നേതൃത്വത്തിൽ ജന്മകണിശൻ ബാബു ജോത്സ്യരുടെ സാന്നിധ്യത്തിലാണ് പ്രശ്നചിന്ത നടന്നത്. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ നടന്ന പ്രശ്നചിന്തയിൽ 2025 ഫെബ്രുവരി 24 തിങ്കളാഴ്ച പെരുങ്കളിയാട്ടത്തിന്റെ മുന്നോടിയായുള്ള വരച്ചുവെക്കൽ ചടങ്ങ് നടത്തുവാൻ തീരുമാനിച്ചു. ചടങ്ങിൽ രാമവില്യം കഴകം, 5 കീഴ്ഘടക ക്ഷേത്രങ്ങൾ, കുഞ്ഞിമംഗലം വടക്കൻകൊവ്വൽ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ സ്ഥാനികരും കഴകം ഭാരവാഹികളും പെരുങ്കളിയാട്ട സംഘാടക സമിതി ഭാരവാഹികളും കീഴ്ഘടക ക്ഷേത്ര ഭാരവാഹികളും അവകാശി തറവാട് പ്രതിനിധികളും ഭക്തജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ആചാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കണം, അവിടുത്തെ ഒരു മുടക്കമെന്നാകും അങ്ങനെ പല സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കളിയാട്ട സമയത്തുള്ള ഈ ചടങ്ങുകളാണ്. ആ ചടങ്ങുകൾ നമുക്ക് കൃത്യമായി അവർ വന്നാൽ നിങ്ങൾ മാന്യസ്ഥാനം കൊടുക്കുന്നതിലോ നിങ്ങൾ അങ്ങോട്ട് അസ്വസ്ഥ നടക്കാറുണ്ടായിരുന്നു. ഇല്ല, അങ്ങനത്തെ അസ്വസ്ഥതകളൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ കളിയാട്ട സമയത്തും എല്ലാ ചടങ്ങുകളും നടത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. 4.5 പതിറ്റാണ്ട് മുമ്പ് 10ാം തരത്തിൽ ഒരുമിച്ച് പഠിച്ച സതീർത്ഥ്യരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കൂട്ടായ്മയുടെ 10ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ചെറുവത്തൂർ കാടങ്കോട് സ്കൂളിലെ 1979 വർഷത്തെ 10ാം തരം വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ മഷിപ്പച്ചയുടെ വാർഷികം രക്ഷാധികാരി PP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ കാടാങ്കോട് സ്കൂളിലെ 1979 വർഷത്തെ 10ാം തരം വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ മഷിപ്പച്ചയുടെ വാർഷികം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലെ 50 പിന്നിട്ട അമ്മമാരുടെ തിരുവാതിരക്കളിയോടെയും വിവിധ മേഖലകളിൽ നേട്ടം കൊയ്തവർക്കുള്ള ആദരവോടെയും സ്കൂൾ കായികമേളയിലെ സംസ്ഥാന ജേതാക്കൾക്കുള്ള അനുമോദനത്തോടെയും നടന്നു. ചെറുവത്തൂർ തേജസ്വിനി റെസിഡൻസിയിൽ നടന്ന 10ാം വാർഷികാഘോഷ പരിപാടി രക്ഷാധികാരി PP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മഷിപ്പച്ച പ്രസിഡന്റ് K സുധാകരൻ അധ്യക്ഷത വഹിച്ചു. EP മുഹമ്മദ് ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി. സംഗീത സംവിധായിക സിന്ധു കൊടക്കാട് മുഖ്യാതിഥിയായിരുന്നു. സെക്രട്ടറി KV ഇന്ദിര, ട്രഷറർ K ശ്യാമള, E ശ്രീലത, AV മുരളീധരൻ, MP ജയരാജ്, രാഘവൻ വയലിൽ, MK ബാബുരാജ്, E ശ്രീലത, PP പീതാംബരൻ, രാമകൃഷ്ണൻ വെങ്ങാട്ട് എന്നിവർ സംസാരിച്ചു. സംഗീത സംവിധായിക സിന്ധു കൊടക്കാട് കായിക മേളകളിൽ സംസ്ഥാനതല നേട്ടം കൊയ്ത T സോനാമോഹൻ, ഹെലിൻ എലിസബത്ത്, ജുവൽ മുകേഷ്, പാർവണ ചിതേഷ് എന്നിവർക്ക് അനുമോദനം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പന്തുരുളുന്ന ഇടങ്ങളിൽ ഓടിക്കൂടുന്ന നാടെന്ന ഖ്യാതിയുള്ള തൃക്കരിപ്പൂരിൽ രാത്രികാല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. തൃക്കരിപ്പൂർ ടൗൺ FC ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഖാൻ സാഹിബ് കപ്പ് SFA അംഗീകൃത സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനാണ് ആവേശത്തുടക്കമായത്. അമ്പയറിംഗിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുതകുന്ന വീഡിയോ അസിസ്റ്റന്റ് റഫറി സിസ്റ്റം ആദ്യമായി ടൂർണമെന്റിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ പ്രമുഖ ടീമുകളെ ഉൾപ്പെടുത്തി നടക്കുന്ന ഫുട്ബോൾ മേളയിലെ ജേതാക്കൾക്ക് 1,82,222 രൂപയും 2ാം സ്ഥാനക്കാർക്ക് 1,51,111 രൂപയുമാണ് പ്രൈസ് മണിയായി നൽകുന്നത്.
ഗാലറിയിൽ 6000-ഓളം പേർക്ക് കളി കാണുന്നതിനുള്ള സൗകര്യമാണുള്ളത്. ടൂർണമെന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. 3,33,333 രൂപയ്ക്ക് വേണ്ടി 20 ദിവസങ്ങളിലായി 21 ടീമുകളെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ക്രിക്കറ്റ് പോലുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടി വാർ സിസ്റ്റത്തോടുകൂടിയുള്ള ഒരു മത്സരം ഇവിടെ കാഴ്ചവെക്കുന്നത്. സംഘാടക സമിതി ചെയർമാൻ CK സയ്യിദ് ഹാജി അധ്യക്ഷത വഹിച്ചു. കൺവീനർ മുസഫർ മുസ്തഫ, SFI സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ, സെക്രട്ടറി സൂപ്പർ അഷ്റഫ് ബാവ, ട്രഷറർ KT ഹംസ, AG അക്ബർ, TS നജീബ്, VPP ഷുഹൈബ്, E ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു. ആദ്യ മത്സരത്തിൽ സിൽവർ സ്റ്റാർ മൈതാനി ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഗ്രീൻ സ്റ്റാർ കാടങ്കോടിനെ തോൽപ്പിച്ചു. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. HVACR എംപ്ലോയീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കോൺഫറൻസ് കാഞ്ഞങ്ങാട്ട് നടന്നു. ആനന്ദാശ്രമം IMA ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിംഗ് ആൻഡ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് ആനന്ദാശ്രമം IMA ഹൗസിൽ നടന്നു. M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരാൾ എന്നുള്ള രീതിയിൽ അവിടെ പ്രതികരിച്ചിട്ട് കേൾക്കാൻ പറ്റില്ല. മറിച്ച് എല്ലാവരും ചേർന്ന് നമുക്ക് ഇടപെട്ടാൽ അതിന് റിസൾട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെ നിങ്ങൾ 10 വർഷമായി വർക്ക് ചെയ്യും. 10 വർഷത്തോളം വർക്ക് ചെയ്ത് എത്രത്തോളം നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാനും മുന്നോട്ട് കുതിക്കാനും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ചർച്ച ചെയ്യപ്പെട്ട കാര്യം. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന മേഖലയിൽ ഒരു ഐക്യം ഉണ്ടാക്കാൻ ഗിവ് ആൻഡ് ടേക്ക്, അതാണല്ലോ അല്ലേ ഏറ്റവും പ്രധാനം. പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ജില്ലാ പ്രസിഡന്റ് അമീർ അലി PA അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി വിജയൻ കരിച്ചേരി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ശിവകുമാർ N, സംസ്ഥാന സെക്രട്ടറി മനോജ് KR, സംസ്ഥാന ട്രഷറർ റൂബി S, സംസ്ഥാന കമ്മിറ്റി അംഗം കിഷോർ കുമാർ S, ജില്ലാ ട്രഷറർ മുഹമ്മദ് അഷ്റഫ് TA, കാസർഗോഡ് താലൂക്ക് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ, കാഞ്ഞങ്ങാട് താലൂക്ക് പ്രസിഡന്റ് സുജിത് കുമാർ, മഞ്ചേശ്വരം താലൂക്ക് പ്രസിഡന്റ് ശശാങ്ക് പണ്ഡിറ്റ് എന്നിവർ സംസാരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി നിജീഷ് കുമാർ PP സ്വാഗതവും വൈസ് പ്രസിഡന്റ് വിഘ്നേശൻ D നന്ദിയും പറഞ്ഞു. അജാനൂർ FHC DLO ഡോക്ടർ അനിൽകുമാർ R ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ വ്യാപാരി വ്യവസായി സമിതി വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന കേക്ക് നിർമ്മാണ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് കൈറ്റ് ബീച്ചിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി വനിതകൾ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി സമിതി കാസർഗോഡ് ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വനിതകൾക്കായി കേക്ക് നിർമ്മാണ ക്ലാസ് സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് C അനിത ഉദ്ഘാടനം ചെയ്തു. സമിതി ജില്ലാ പ്രസിഡന്റ് PK ഗോപാലൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സൗമ്യ K അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ A ശബരീശൻ, KV സുകുമാരൻ, KV ദിനേശൻ, VK ഗോപാലൻ, ഏരിയ കമ്മിറ്റി അംഗം മധു, സോണിയ ജോസഫ്, സുനിത, ഷൈമ, ശാലിനി, ശ്യാമ N എന്നിവർ സംസാരിച്ചു. സജിത സരൽ വാഴുന്നൂറടി, ഷിബിന B കാഞ്ഞങ്ങാട് എന്നിവർ ക്ലാസ് എടുത്തു. പുതിയ സംരംഭക സാധ്യതകളെക്കുറിച്ച് PFME DRP CK വിജയൻ വിശദീകരിച്ചു. ജില്ലാ സെക്രട്ടറി ലിജു അബൂബക്കർ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം രജിത നന്ദിയും പറഞ്ഞു. ക്ലാസിൽ നിരവധി വനിതകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ P അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധമായ ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ P അജിത് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് ഞങ്ങളുടെ പോരാട്ടത്തിൽ നിങ്ങളും കൂടി പങ്കാളികളാവണം. നിങ്ങളുടെ ഈ കൂട്ടായ്മ, ഈ ക്ഷേത്രത്തിന്റെ കൂട്ടായ്മ, നിങ്ങൾ ഏറ്റവും ആദ്യം ശബ്ദം ചെയ്യുന്നത് എന്റെ നാട്ടിലേക്ക്, എന്റെ പ്രദേശത്തേക്ക്, എന്റെ ക്ഷേത്രത്തിന്റെ കമ്മിറ്റികളിലേക്ക് മയക്കുമരുന്ന് കടന്നു വരാത്ത വിധത്തിൽ അതിനെ ചെറുക്കാനുള്ള ഒരു ചങ്കൂറ്റവും ആവശ്യവും കാണിക്കാൻ അതിന്റെ പ്രജകളോട് നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കത് വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കും. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളും കലാകായിക മേഖലകളിലും മറ്റ് രംഗങ്ങളിലും കഴിവ് തെളിയിച്ചവരും അനുമോദനം ഏറ്റുവാങ്ങി. കൂടാതെ ക്ഷേത്ര പ്രസിഡന്റായും പുനഃപ്രതിഷ്ഠാ ചെയർമാനായും പ്രവർത്തിച്ച P കുഞ്ഞാമൻ പൊയ്യക്കര,
മുൻ കൂട്ടായിക്കാരായ അച്യുതൻ കൊളവയൽ, കെ കുഞ്ഞിക്കണ്ണൻ, രാജ്യസേവനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട KP ധനുഷ് രാജ് എന്നിവരെയും ആദരിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ജനാർദ്ദനൻ കുന്നരുവത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ P അജിത് കുമാറിനെ ആദരിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം നടന്നു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ജനാർദ്ദനൻ കുന്നരുവത്ത് ഷോൾ അണിയിക്കുകയും സെക്രട്ടറി TK ദിനേശൻ ഉപഹാരം കൈമാറുകയും ചെയ്തു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ദാമോദരൻ മീത്തൽ, മാതൃസമിതി സെക്രട്ടറി കാവ്യ വിനോദ് എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി TK ദിനേശൻ സ്വാഗതവും ഗജാഞ്ചി രാജേഷ് മീത്തൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോട്ടുണ്ടായത് മണിക്കൂറുകൾ നീണ്ട മഴ. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിൽ. ദേശീയപാതയിലും സർവീസ് റോഡുകളിലും വെള്ളം നിറഞ്ഞ് ഗതാഗത തടസ്സം. കനത്ത വെള്ളപ്പൊക്കത്തിന് സമാനമായ അവസ്ഥയിൽ ഷിറിയ ഹൈവേയിലൂടെ വാഹനങ്ങൾ. കാസർഗോട്ടുണ്ടായ പെരുമഴയുടെ തീവ്രത വെളിവാക്കുന്ന ദൃശ്യങ്ങൾ വൈറൽ. മഞ്ചേശ്വരം പോസോട്ട് ഇടിമിന്നലേറ്റ് വീടിന് നാശം. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം കത്തിനശിച്ചു. തലപ്പാടി ടോൾ പ്ലാസയിലെ സംഘർഷം. 3 പേർ അറസ്റ്റിൽ. ഡിസംബർ 5 പണിമുടക്ക് സമരം. BMS കാഞ്ഞങ്ങാടും കാസർകോട്ടും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. ഫുട്ബോൾ ആവേശലഹരിയിൽ തൃക്കരിപ്പൂർ. ഖാൻ സാഹിബ് കപ്പ് SFA അംഗീകൃത സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.